നവകേരള സദസ്സിന് എന്തായാലും ഇന്നത്തോടുകൂടി സമാപനമാവുകയാണ്. നമുക്കറിയുന്നതുപോലെ 13 ജില്ലകൾ താണ്ടിയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നവകേരള സദസ്സ് എത്തി നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ നവകേരള സദസ്സിന്റെ സമഗ്ര വിവരങ്ങളുമായി രാജ്കുമാർ ഒരിക്കൽ കൂടി ചേരുകയാണ്. രാജ്കുമാർ, നവകേരള സദസ്സ് വലിയ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെയായിരുന്നു കൊല്ലം ജില്ലയിലും പര്യടനം നടന്നത്. വലിയ ജനകീയ പങ്കാളിത്തം, മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കാണുന്നതിനു വേണ്ടി വലിയ ജനസഞ്ചയം തന്നെയായിരുന്നു കൊല്ലം ജില്ലയിൽ നമ്മൾ കണ്ടത്. നിരവധിയായ പരാതികൾ തന്നെയാണ് നവകേരള സദസ്സിൽ എത്തിയതും. നമുക്ക് ഏറ്റവും പ്രധാനമായി അറിയേണ്ടതെന്ന് പറയുന്നത് ഈ പരാതികൾക്കൊക്കെ പരിഹാരമായിട്ടുണ്ടോ? നിരവധിയായ വ്യാജ പ്രചരണങ്ങളെല്ലാം നടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എന്താണ് പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ ആകെ പങ്കെടുത്തത്, അതായത് ഒരു ഉദ്ദേശ കണക്കെന്ന് പറയുന്നത് ഒരു 1.5 ലക്ഷത്തിലധികം വരുന്ന ജനസഞ്ചയം ഈ 11 മണ്ഡലങ്ങളിലായി കൊല്ലം ജില്ലയിൽ നവകേരള സദസ്സിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ 50,000, അതായത് 1.5 ലക്ഷം നിവേദനങ്ങളാണ് ഈ 11 മണ്ഡലങ്ങളിലായി ലഭിച്ചത്. ആ നിവേദനങ്ങളിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ എത്ര പരാതികൾക്ക് നടപടി സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല. കാരണം അത് പ്രോസസ്സിലാണ്. അതിനൊരു മിനിമം 1 മാസത്തെയെങ്കിലും സമയം ഗവൺമെന്റ് തന്നെ നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ പരിഹാരം കാണാനായി. വേഗം പരിഹരിക്കാൻ കഴിയുന്ന നിവേദനങ്ങൾ പെട്ടെന്ന് തന്നെ തീർക്കുന്നുണ്ട്. അതിന്റെ ലിസ്റ്റ് ഇന്ന് വൈകിട്ടോടുകൂടി ജില്ലാ കളക്ടർ തന്നെ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് കൊല്ലം ജില്ലയില് 26,35,000 ജനസംഖ്യ. അതായത് 6 ലക്ഷം വീടുകളുണ്ട്. ഇത്രയും മേഖലകൾ കേന്ദ്രീകരിച്ചാണ് നവകേരള സദസ്സ് ഇതിന്റെ ഒരു സംഘാടനം നടന്നത്. വിവിധ സംഘാടക സമിതികൾ രൂപീകരിച്ചുകൊണ്ട് ഏതാണ്ട് 10,000-ഓളം വരുന്ന വീട്ടുമുറ്റ സദസ്സ് പോലും സംഘടിപ്പിച്ചിരുന്നു. വീട്ടുമുറ്റ യോഗം സംഘടിപ്പിച്ചിരുന്നു 10,000-ലധികം. അതിലെല്ലാം നിഷ്പക്ഷരായ ജനങ്ങൾ, രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യർ, അവരാണ് പല കുടുംബങ്ങളിൽ നിന്ന് ഈ സദസ്സിൽ, ഈ വീട്ടുമുറ്റ യോഗങ്ങളിൽ പങ്കെടുത്തത്. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സംഘാടനം നടന്നു. സമസ്ത മേഖലയും ഉണർന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കാം. കാരണം ഇപ്പൊ ഓട്ടോറിക്ഷ ഓടുന്നവർ, ടാക്സി ഓടുന്നവർ, എന്തിന് വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടൽ മുറികൾ, അങ്ങനെ എല്ലാം ഈ 11 മണ്ഡലങ്ങളിലും സജീവമായി. അതുവഴി കേരളത്തിന്റെ ഈ പറഞ്ഞ ഒരു വലിയ ഒരു പണത്തിന്റെ ഒരു ഒഴുക്ക് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വന്നു. ഒരു ഉണർവ് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്തൊരു വലിയ മാറ്റം ഇതിലൂടെ നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ഈ ഒരു മാസം തന്നെ ജനസദസ്സ് നടക്കുന്ന സമയത്ത് തന്നെയാണ് കശുവണ്ടി തൊഴിലാളികളുടെ, കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ ഈറ്റില്ലമാണ് പരമ്പരാഗത തൊഴിലാളികൾ. അതിൽ കശുവണ്ടി മേഖല, മത്സ്യമേഖല, കയർ, കൈത്തറി അങ്ങനെ തുടങ്ങുന്ന പരമ്പരാഗത തൊഴിലാളികളുടെ ഒരു ഈറ്റില്ലമാണ് കൊല്ലം ജില്ല. അതിൽ പ്രധാനമാണ് കശുവണ്ടി മേഖല. അതിലുള്ളവർക്കെല്ലാം 22% അതിന്റെ തൊഴിൽ, ഇതിന്റെ കൂലി വർദ്ധിപ്പിച്ചതുപോലെ ഒരു വലിയ മാറ്റം കൊല്ലം ജില്ലയിൽ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ കശുവണ്ടി തൊഴിലാളികളുടെ ഉൾപ്പെടെ വലിയ ഒരു പങ്കാളിത്തം ഈ നമ്മുടെ കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിൽ കാണാനായി. 1.5 ലക്ഷം പേർ ഇതിൽ നിലവിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നവകേരള സദസ്സിലൂടെ ഒരു പുതിയ ലോകവും പുതിയ ആകാശവും ഒപ്പം തന്നെ പുത്തൻ പ്രതീക്ഷകളും ഒക്കെയാണ് നമ്മുടെ ഈ നവവത്സരം, അതായത് പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ. നാളെ ക്രിസ്മസ് കൂടിയാണ്. ആ ഒരു ഘട്ടത്തിൽ എല്ലാവരും വലിയൊരു ഹാപ്പിനെസ്, പ്രത്യേകിച്ച് നാളെ 25-ാം തീയതി ക്രിസ്മസ്, അതിലൊരു വലിയ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നവകേരള സദസ്സിൽ ഒരു ജനപങ്കാളിത്തം, ജനസഞ്ചയം, ജനസാഗരം തന്നെ ഒഴുകിയെത്തി. ഇതിലിപ്പോ ഈ നിവേദനമായി ലഭിച്ചത് 1.5 ലക്ഷം, അതായത് 50,700 നിവേദനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു നിവേദനം നൽകാൻ വരുന്നത് ഒരു വ്യക്തിയല്ല, ആ കുടുംബത്തിലെ 2-3 പേർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ. ആ കണക്കെടുത്താൽ പോലും ഞാൻ ഈ പറയുന്ന 1.5 ലക്ഷത്തിന് മുകളിൽ പോകും. നിവേദനം നൽകാൻ മാത്രമായിരുന്നില്ല വേദിയിൽ ഉണ്ടായിരുന്നത്. ഈ സർക്കാരിനെ സ്നേഹിക്കുന്നവർ, സർക്കാരിനെ വിമർശിക്കുന്നവർ, രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകളാണ് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്ന ഒരു ജനസഭ അല്ലെങ്കിൽ ആ മന്ത്രിസഭ മുഴുവനും, ലോകത്തൊരു പക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു മന്ത്രിസഭ അവരുടെ മണ്ഡലത്തിലെ വോട്ടർമാരെ കാണാൻ, പൊതുജനത്തെ കാണാൻ, അല്ലെങ്കിൽ ഈ കൊല്ലം ജില്ലയിലെ 26,35,000-ഓളം വരുന്ന ആ ജനസംഖ്യ, അത്രയും വരുന്ന പോപ്പുലേഷൻ, അവരെ കാണാനും സംസാരിക്കാനും ഒക്കെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഒരു വൻ വിജയമാണെന്നാണ് ഒരു പ്രാഥമികമായി നമുക്ക് വിലയിരുത്താനുള്ളത്. ഇനിയിപ്പോ ഈ സൂചിപ്പിച്ചതുപോലെ ആ നിവേദനങ്ങൾക്കുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ക്രോഡീകരിച്ചിട്ടുള്ള കണക്ക് ഇനി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും 1 മാസത്തെ സമയം അവശേഷിക്കുന്നു. ശരി, രാജ്കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.